ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമിസ്റ്റർ കോമൺ കോഴ്സ് കലേഡോസ്കോപ്പിലെ ക്രെഡിറ്റിംഗ് പോയട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സീമസ് ഹീനി നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. നമ്മളിവിടെ അതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, Introduction and Early Life. Seamus Heaney begins his Nobel Prize speech by talking about his unexpected journey from a simple life in a rural county Derry in the 1940s to being honored in Stockholm by the Swedish Academy. അപ്പോൾ നോബൽ സമ്മാനം നൽകുന്നത് സ്വീഡിഷ് അക്കാഡമിയാണ്. നമുക്കറിയാം, സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അയർലൻഡിലെ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് ഈ സ്റ്റോക്ക്ഹോം പോലുള്ള വലിയൊരു നഗരത്തിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ വന്ന ആ ഒരു യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പകാലത്ത് ഈ ഒരു നഗരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുക പോയിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. He recalls his first hearing of the name Stockholm, which seemed unimaginable back then. അപ്പോൾ നേരത്തെ പറയുന്ന പോലെ അദ്ദേഹം സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന നഗരത്തെ കുറിച്ചിട്ട് ആദ്യമായി റേഡിയോയിൽ നിന്ന് കേൾക്കുന്നതും ആ സമയത്ത് അങ്ങോട്ട് പോകാൻ കഴിയുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. Then he describes growing up in a crowded farmhouse, living a sheltered life filled with the sounds of horses and family conversations, which shaped his early years. പിന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിലാണ്, അവിടെ ഒരു ഫാം ഹൗസിലാണ്. അപ്പോൾ അവിടെ മൃഗങ്ങളുണ്ട്, കുതിര, മറ്റ് മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ശബ്ദങ്ങളുണ്ട്. പിന്നെ വീട്ടിൽ കുറേ ആളുകളുണ്ട്, അവരിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നതിൻ്റെ ബഹളം. അതായത് ഈ കുട്ടി എന്നുള്ള നിലയ്ക്ക് അവരെന്തൊക്കെയാണ് പറയുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആകെ കുറേ സംസാരങ്ങളും ബഹളങ്ങളും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് നോക്കിക്കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു ഫാം ഹൗസിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നു. പാർട്ട് 2, Childhood and Early Impressions. Heaney talks about feeling detached and like he was in hibernation during his childhood, taking in everything around him. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം 1940കളിൽ എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളും ഒറ്റയൊക്കെയാണ് ചുറ്റുമുള്ളത്. പക്ഷെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ലോകത്ത് ആണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. He vividly describes the environment with the earth's movements, air signals and radio broadcasts. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി എന്ന നിലയിൽ പിന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷം നമ്മൾ നേരത്തെ പറയേണ്ടായി, അവിടെ കാറ്റ് വീശുന്നത്, അവിടെ ഉണ്ടാവുന്ന പക്ഷികളുടെയും മറ്റു മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഈവൻ വിത്ത് ദ ന്യൂസ് ഓഫ് വാർ ഹി ഫെൽറ്റ് സെക്യൂർ ആൻഡ് അൺഅവെയർ ഓഫ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ റേഡിയോയിൽ ഇദ്ദേഹം യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എത്ര ആളുകൾ കൊല്ലപ്പെട്ടു, എത്ര നഗരങ്ങൾ, കെട്ടിടങ്ങൾ, വിമാനങ്ങൾ തകർന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ചിത്രം മനസ്സിലാക്കാനുള്ള ഒരു പ്രായമൊന്നും അദ്ദേഹത്തിന് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സുരക്ഷിത ബോധത്തോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമത്തിലാണെന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന് അതിന് സഹായിച്ചിട്ടുണ്ട്. As he got older, he listened more carefully, enjoying stories from the radio, which became his link to the wider world and introduced him to foreign stations and languages. പിന്നീട് കുറച്ച് പ്രായമായ സമയത്ത്, കുറച്ചൊരു വലിയ കുട്ടിയായ സമയത്ത് അദ്ദേഹം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് റേഡിയോ കേൾക്കാൻ ആരംഭിക്കുന്നു. അദ്ദേഹത്തിന് അതിലെ കഥകൾ, അതുപോലെ തന്നെ ഈ നാടക ആവിഷ്കാരങ്ങളൊക്കെ റേഡിയോയിൽ ഉണ്ടാവുന്നത്, അതൊക്കെ കേൾക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വിദേശ സ്റ്റേഷനുകളിലേക്കൊക്കെ പോകും. അങ്ങനെ അദ്ദേഹം ഈ വിദേശ ഭാഷകൾ ആദ്യമായിട്ട് കേൾക്കാനും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ലോകത്തിൻ്റെ പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് അത്തരം റേഡിയോയിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ട് 3, Transformative Power of Poetry. Heaney emphasizes how poetry changed his life, describing his journey through life and language as steps leading to his honored position. പിന്നീട് അദ്ദേഹം ഈ പോയട്രി എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റേഡിയോയിൽ ആദ്യമായിട്ട്
ഈ വിദേശ ഭാഷകൾ കേൾക്കുന്നത് മുതൽ ഇദ്ദേഹത്തിന് ഈ കവിതകൾ വായിക്കുകയും മറ്റും ചെയ്തിട്ടുള്ള അനുഭവത്തിലൂടെ ഓരോ സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ടാണ്, ഓരോ ചുവടുകളായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അങ്ങനെ ആ ചുവടുകളിലൂടെ കടന്നിട്ടാണ് അദ്ദേഹം ഈ നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്ന ഈ ഒരു വേദിയിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഹി കമ്പയർഡ് സ്റ്റാൻഡിങ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം ഓൺ വാക്കിംഗ് ഓൺ എയർ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒരു സന്ദർഭത്തെ അദ്ദേഹം എയറിൽ നടക്കുന്നത് പോലെ, അതായത് ഈ ചുവടുകൾ ഓരോന്നായി കയറി 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 അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. ഷോയിങ് ദ പവർ ഓഫ് പോയട്രി. He recalls how he admired poets like John Keats, Gerard Manley Hopkins, Robert Frost, and Chaucer for their ability to connect language with real sensations and reliable depictions of the world. അപ്പോൾ കുട്ടിക്കാലത്തും അതുപോലെ തന്നെ പഠിക്കുന്ന കാലത്തും ഒക്കെ അദ്ദേഹത്തിന് പോയട്രി വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കവികളുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ എടുത്തു പറയേണ്ട കാര്യം, യഥാർത്ഥ ജീവിതം അവതരിപ്പിക്കുന്ന കവികളെയാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതായത് കവിയുടെ ഈ വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സ് അവതരിപ്പിക്കുന്ന കവികളെക്കാൾ കൂടുതൽ ചുറ്റുമുള്ള ലോകം, യഥാർത്ഥ ലോകം, അത് കവിതകളിലൂടെ അവതരിപ്പിക്കുന്ന കവികളെയാണ് അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഓർക്കുന്നുണ്ട്. പാർട്ട് 4, ലിറ്റററി ഇൻഫ്ലുവൻസസ് ആൻഡ് നോർത്തേൺ അയർലൻഡ്സ് ഇമ്പാക്ട്. Here he discusses how the vigilance and realism of Northern Ireland shaped his approach to poetry. നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അയർലൻഡ് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമായിട്ടുള്ളതായിട്ടാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത് നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെ ബ്രിട്ടനുമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ചരിത്രമാണ് നോർത്തേൺ അയർലൻഡിനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം കൊണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം കവിതകളെയും നോക്കിക്കാണ്ടെന്നാണ് പറയുന്നത്. ദെൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് മെയ്ഡ് ഹിം ഹെസിറ്റന്റ് അബൌട്ട് പോയിറ്റ്സ് ലൈക്ക് വാലസ് സ്റ്റീവൻസ് ആൻഡ് റൈനർ മരിയ റിൽക്കെ ആൻഡ് ലെസ് അപ്രിഷിയേറ്റീവ് ഓഫ് എമിലി ഡിക്കിൻസൺ ആൻഡ് ടി.എസ്. എലിയറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തെ അവതരിപ്പിക്കുന്ന കവികളെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ റിൽക്കയെ പോലെ അതുപോലെ തന്നെ എമിലി ഡിക്കിൻസിനെ പോലെ ആളുകളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കുന്ന കവികളോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നത് നോർത്തേൺ അയർലൻഡിലാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോയിരുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കവിതയെ നോക്കിക്കാണുന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. He attributes this to internalizing the values of his region and developing a protective skin against luxury. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം ഈ ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ പശ്ചാത്തലമാണുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ ലക്ഷറി എന്ന് വിളിക്കാവുന്ന, ഈ ആഡംബരം എന്ന് കരുതാവുന്ന അവനവന്റെ വികാരങ്ങളെ കുറിച്ച് എഴുതുന്ന കവിതകളോട് അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരിക്കുകയും സമൂഹത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എഴുതുന്ന കവിതകളോടും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്തത്. അത് ആ ഒരു നാട്ടിൽ വളർന്നതും ജീവിച്ചതും കൊണ്ടാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. He also talks about the challenging of balancing his personal poetic expression with the public's expectations and the political violence in Northern Ireland. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഒരു കവിയായിട്ട് എഴുതാൻ തുടങ്ങിയ സമയത്തും ഇദ്ദേഹം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പ്രഷൻ ആവാതെ സമൂഹത്തിന്റെ ഒരു ചിത്രം കൂടി നൽകുന്ന രീതിയിലായിരിക്കണം കവിതകൾ എന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പാർട്ട് 5, സെക്ടേറിയൻ ടെൻഷൻസ് ആൻഡ് ഹ്യൂമൻ സോളിഡാരിറ്റി. അപ്പോൾ അദ്ദേഹം അയർലൻഡിൽ ഉണ്ടായിരുന്നുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണമാണ് അടുത്തായിട്ട് സൂചിപ്പിക്കുന്നത്. He recounts a story from 1976 in Northern Ireland when armed men stopped a bus of workers. അപ്പോൾ ഇവിടെ ഇങ്ങനെ കലാപം നടക്കുന്ന ഒരു സാഹചര്യമാണ് നോർത്തേൺ അയർലൻഡിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ജോലിക്കാർ യാത്ര ചെയ്യുന്ന ഒരു ബസ് ആർമ്ഡ് മെൻ, ആയുധധാരികളായിട്ടുള്ള ആളുകൾ വന്ന് തടയുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. A Catholic man hesitated to reveal his identity but was encouraged by a Protestant companion who discreetly held his hand. അപ്പോൾ ആ ആയുധധാരികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ കത്തോലിക്ക് വിശ്വാസികളായിട്ടുള്ള, അതായത് ക്രിസ്തു മതത്തിലെ രണ്ട് വിഭാഗങ്ങളാണ്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും കത്തോലിക്ക് വിഭാഗക്കാരും. അവർ തമ്മിലാണ് അയർലൻഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. തുടർന്ന് ആ രാജ്യം തന്നെ രണ്ടായിട്ട് വിഭജിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു കലാപമായിട്ട് അത് വളർന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ആയുധധാരികൾ വന്നിട്ട് ചോദിക്കുന്നത് കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരാനാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരെ വധിക്കാൻ പോവുകയാണ്, ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള ധാരണയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ ആ കൂട്ടത്തിൽ ഒരേ ഒരു കത്തോലിക്ക വിശ്വാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കൂടെയുള്ള പ്രൊട്ടസ്റ്റന്റുകാരെ അയാളെ കൈ പിടിക്കുന്നുണ്ട്, പോണ്ട എന്ന രീതിയിൽ പറയുന്നുണ്ട്. When the Catholic man stepped forward, he was pushed back by the gunmen, who were actually members of the provisional IRA. അങ്ങനെ ഈ കത്തോലിക്ക് ആയിട്ടുള്ള ഈ വ്യക്തി മുന്നോട്ട് വന്ന സമയത്ത് ഇയാളുടെ കൂടെയുള്ളവർ പോകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇയാളുടെ വിശ്വാസം മുന്നിലെടുത്തുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നുണ്ട്. ആ സമയത്താണ് മനസ്സിലാവുന്നത് അവർ കത്തോലിക്കരെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ആളുകളല്ല, മറിച്ച് പ്രൊട്ടസ്റ്റന്റുകാരെയാണ് ആക്രമിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇയാളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും സങ്കീർണമായിട്ടുള്ള, അതായത് മുന്നിൽ നിൽക്കുന്ന ആളുകൾ ശത്രുക്കളാണോ അതോ നമ്മളെ രക്ഷിക്കാൻ പോകുന്നവരാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അരക്ഷിതാവസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ദി സ്റ്റോറി ഹൈലൈറ്റ്സ് എ കോംപ്ലക്സ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് സെക്ടേറിയൻ ടെൻഷൻസ് ഷോയിങ് എമൗണ്ട്സ് ഓഫ് ഷെയർഡ് ഹ്യൂമാനിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും അരക്ഷിതമായിട്ടുള്ള, മുന്നിൽ ആയുധം ആയിട്ട് വന്നിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളെ വധിക്കാനാണോ രക്ഷിക്കാനാണോ വന്നെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നോർത്തേൺ അയർലൻഡിൽ ഉണ്ടായിരുന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തെടുക്കുന്നു. പാർട്ട് 6, ഹോമറിക് പാരലൽ ആൻഡ് വാൾസ് ബ്രൂട്ടാലിറ്റി. അടുത്തതായിട്ട് അദ്ദേഹം ഹോമറിന്റെ ഒഡീസിയിലെ ഒരു ഭാഗമാണ് എടുത്തു പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പോയാണ്. Heaney draws a parallel to Homer's epic, where Odysseus weeps at a bard's tale of Troy's fall. അപ്പോൾ ഈ ട്രോയ് നഗരം തകർന്നതുമായി ബന്ധപ്പെട്ട് അവിടെ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആൾനാശത്തിന്റെയും മറ്റ് നാശനഷ്ടങ്ങളുടെയും വാർത്ത കേട്ടുകൊണ്ട് ഒഡീസിയസ് കരയുന്ന ഒരു രംഗമാണ് ആ ഹോമറിന്റെ എപ്പിക്കിലുള്ളത്. ആ ഒരു രംഗം ഇദ്ദേഹം ഇവിടെ ഓർക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഹോമർ കമ്പയർസ് ഒഡീസിയസ് tears to those of a grieving wife, ക്രിയേറ്റിംഗ് എ സ്ട്രോങ് ഇമേജ് ഓഫ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ യുദ്ധത്തിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഒരു സ്ത്രീ കരയുന്നത് പോലെയാണ് ഈ രാജാവായിട്ടുള്ള ഒഡീസിയസ് കരഞ്ഞെഴുതുന്നതാണ് ഹോമർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും മനുഷ്യരുടെ അവസ്ഥ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ദിസ് ഇമേജറി റിമൈൻഡ്സ് അസ് ഓഫ് ദി ഓൺഗോയിങ് ബ്രൂട്ടാലിറ്റി ഓഫ് വാർ, ഈവൻ വിത്ത് മോഡേൺ എക്സ്പോഷർ ടു ലൈവ് കവറേജ് ഓഫ് കൺഫ്ലിക്ട്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 3000 വർഷങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഹോമർ ഇതൊക്കെ എഴുതിയിട്ട് 3000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ലോകത്തിൻ്റെയും മനുഷ്യരുടെയും യുദ്ധത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഹീനി നോട്ട്സ് എ ഡോക്യുമെന്ററി ലൈക്ക് റിയാലിറ്റി ഓഫ് ഹോമേഴ്സ് ഡിസ്ക്രിപ്ഷൻ കണക്ടിങ് ഇറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ടുഡേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അത് കണക്ട് ചെയ്യുകയാണ്. ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള മനുഷ്യർ യുദ്ധം ചെയ്ത് തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയെ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിലൂടെ എടുത്തു പറയുന്നത്. പാർട്ട് 7, അഡിക്വസി ഇൻ ലിറിക് പോയിട്രി. അപ്പൊ അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി, ഈ ചുറ്റുപാടുകളും യഥാർത്ഥ ലോകവും വിവരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല, കാവ്യാത്മകമായിട്ട് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നുള്ള കാര്യമാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. Heaney talks about the unique quality found in lyric poetry, which creates a temple inside our hearing through steady speech. അതായത് ഒരു ക്ഷേത്രത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്, അതായത് ആ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. He highlights the importance of cadence, tone, rhyme and stanza in giving lyric poetry its energy. അപ്പോൾ കേഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ താളമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടോണ്, റൈമ് തുടങ്ങിയിട്ടുള്ള ഒരു താളാത്മകമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള അവതരണമാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഫോർ ഹീനി, ട്രൂത്ത് ഇൻ ലിറിക് പോയട്രി ഇസ് എ ജെന്യുവിൻ സൗണ്ട്, എക്കോസ്റ്റ് ഷോൺ ബൈ പോയറ്റ്സ് ലൈക്ക് എമിലി ഡിക്കിൻസൺ, പോൾ സെലാൻ ആൻഡ് ജോൺ കീറ്റ്സ്. He seeks a reform of poetic expression, always attentive to the musical aspects of language. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മ്യൂസിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ലിറിക്കൽ പോയിട്രി എന്ന് പറയുന്നത് താളാത്മകമായിട്ടുള്ള കവിതകളാണ്. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള ലോകം, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ അത് കവിതയിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമല്ല, അത് കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് അദ്ദേഹം ഇവിടെ മികച്ച രീതിയിലുള്ള കവിതയായിട്ട് എടുത്തു പറയുന്നത്. പാർട്ട് 8, ദ പവർ ഓഫ് പോയറ്റിക് ഫോം. Heaney concludes by discussing his pursuit of a specific quality in poetry, exemplified by W.B. Yeats's "Come Build in the Empty House of the Stair."
ഹി അപ്രീഷിയേറ്റ്സ് ദ റിച്വൽ ടോൺ ആൻഡ് സ്ട്രെങ്ത് ഇൻ ഈച്ച് വർക്ക്. അടുത്തതായിട്ട് അദ്ദേഹം പോയട്രിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. W.B. യേറ്റ്സിന്റെ ഒരു വരി അവിടെ അദ്ദേഹം ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കം ബിൽഡ് ഇൻ ദി എംപ്റ്റി ഹൗസ് ഓഫ് ദ സ്റ്റെയർ എന്ന് പറയുന്ന ആ ഒരു വരിയിൽ തകർന്നു കിടക്കുന്ന ഒരു കാര്യം പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ആ ഒരു വരിയിലുള്ളത്. അപ്പൊ തകർന്നു കിടക്കുന്ന ഒരു ലോകം പുനർനിർമ്മിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ പോയട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹി സീസ് പോയറ്റിക് ഫോം ആസ് ബോത്ത് എ ഷിപ്പ് ആൻഡ് എൻ ആങ്കർ, ഗിവിംഗ് സ്റ്റെബിലിറ്റി ആൻഡ് ഫ്രീഡം. അദ്ദേഹം പോയട്രിയെ കണക്കാക്കുന്നത് ഒരേ സമയത്ത് ഒരു ഷിപ്പും ആങ്കറും എന്നാണ്. ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലിൽ സ്വതന്ത്രമാണത്. ആങ്കർ എന്ന് പറയുന്നതിന് നങ്കൂരമിടുന്നതാണ്. അപ്പോൾ ഒരേ സമയത്ത് അതിനെ നിയന്ത്രിക്കുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. ഫോർ ഹീനി, പോയട്രി റീച്ചസ് ദ കോർ ഓഫ് അവർ സിമ്പത്തറ്റിക് നേച്ചർ വൈൽ റെക്കഗ്നൈസിങ് ദ ഹാർഷ്നെസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം, അദ്ദേഹത്തിന്റെ നാട്ടിലെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരുപാട് യുദ്ധങ്ങളും മറ്റൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ലോകത്ത് ഒരു സിമ്പതി നൽകുന്ന കാര്യമായിട്ട്, നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. ഹി സീസ് പോയട്രി ആസ് എ റിമൈൻഡർ ഓഫ് അവർ ട്രൂ ഹ്യൂമാനിറ്റി, ഏബിൾ ടു കൺവിൻസ് അസ് ഓഫ് ഇറ്റ്സ് റൈറ്റ്നെസ് ഡിസ്പൈറ്റ് ദ വേൾഡ്സ് റോങ്നെസ്. അപ്പോൾ ലോകത്തിലുള്ള ഈ തെറ്റുകൾക്കിടയിലും മനുഷ്യർക്ക് മാനവികതയെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് ഹീനി ഡിസ്ക്രൈബ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം? അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ വീട് എങ്ങനെയാണ് അദ്ദേഹം വിവരിക്കുന്നത്? ഹീനി ഡിസ്ക്രൈബ്സ് ഹിസ് ചൈൽഡ്ഹുഡ് ഹോം ആസ് എ ക്രൗഡഡ് ടാച്ച്ഡ് ഫാം സ്റ്റേറ്റ് ഇൻ റൂറൽ കൗണ്ടി ഡെറി. ഒരു ഗ്രാമീണ പ്രദേശത്തുള്ള ക്രൗഡഡ് ആയിട്ടുള്ള, ഇതിന് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെയുള്ള ഫാം സ്റ്റേഡ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയുള്ള ഒരു വീടായിട്ടാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ വീട് വിവരിക്കുന്നത്. Characterized by a sheltered, intimate and insulated life filled with the nightly sounds of horses and family conversations. ഒരു ഇൻസുലേറ്റഡ് ലൈഫ് എന്നാണ് പറയുന്നത്. പുറമേയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത, അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ കൃഷിയും അതുപോലെ ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങളും അതുപോലെ വീട്ടിലെ ആളുകൾ സംസാരിക്കുന്ന ബഹളങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൗ വാസ് ദി എയർ അറൌണ്ട് ആൻഡ് എബോവ് അലൈവ് ആൻഡ് സിഗ്നലിംഗ്? The air around and above was alive and signaling through the Earth's movements, atmospheric signals and wireless broadcasts. അവിടെ എർത്തിന്റെ മൂവ്മെന്റ്, ഇവിടെ കാറ്റ്, അതുപോലെ കാറ്റിൽ മരങ്ങള് അതുപോലെ ഇലകള് ഒക്കെ ഇളകുന്നത്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. പിന്നെ എയറുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ബ്രോഡ്കാസ്റ്റ് ആണ്. റേഡിയോ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ക്രിയേറ്റിംഗ് വിവിഡ് ആൻഡ് ഡൈനാമിക് അറ്റ്മോസ്ഫിയർ ഡിസ്പൈറ്റ് ദി ഒമിനസ് ന്യൂസ് ഓഫ് വാർ. അപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിന്റെ വാർത്തകളൊക്കെ നിറഞ്ഞേക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു ഗ്രാമത്തിന്റെ കാറ്റുകൾ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ടാണ് അദ്ദേഹം അത് അനുഭവിച്ചിട്ടുള്ളത്. വാട്ട് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഈസ് ഹീനി റെഫറിംഗ് ടു വെൻ ഹി മെൻഷൻസ് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദി ഹറോവിംഗ് ഓഫ് ദ ഹാർട്ട് ഇൻ നോർത്തേൺ അയർലൻഡ്? ഇനി അദ്ദേഹത്തിന്റെ നാട്ടിൽ ഏത് ചരിത്രപരമായിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് അവിടുത്തെ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത്? Heaney refers to a violent incident during the troubles in Northern Ireland in 1976, where armed and masked men stopped a bus of workers, reflecting the sectarian conflict and tension in the region. അതായത് ആയുധധാരികളായിട്ടുള്ള ആളുകൾ ഒരു ബസ് തടഞ്ഞു നിർത്തിയിട്ട് അവിടെ ആളുകളുടെ മതം ഏതാണ് എന്ന് ചോദിച്ചിട്ട് അവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ നിന്നാണ് അദ്ദേഹം പറയുന്നത്. What is the epic simile Homer used to describe the grief of Odysseus? ഇനി ഒഡീസിയസിന്റെ ദുഃഖം വിവരിക്കാൻ വേണ്ടിയിട്ട് ഹോമർ ഒരു സിമിലി ഉപയോഗിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതാണത്? Homer uses an epic simile to describe Odysseus' grief, comparing his tears to those of a grieving wife who weeps for her fallen husband on the battlefield, highlighting the intensity and depth of Odysseus' sorrow. ഒഡീസിയസ് എന്ന് പറയുന്ന രാജാവാണ്. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ കണ്ടിട്ട് അദ്ദേഹം കരയുന്നത് യുദ്ധത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ കണ്ണീരുമായിട്ടാണ് ഹോമർ അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിമിലിയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരുന്നു, 3000 വർഷങ്ങൾക്ക്
അപ്പുറം ഇപ്പോഴും ലോകത്തിന്റെ അവസ്ഥ ഇതാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ് ഹീനി സ്ട്രെയിൻസ് ടു ഹിയർ ഇൻ പോയട്രി? ഇനി അദ്ദേഹം പോയട്രിയിൽ എന്ത് കേൾക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? Heaney strains to hear a distinctive and genuine note in poetry, a quality of truthfulness that resonates deeply and goes beyond the straightforward narrative of events. അദ്ദേഹം സത്യമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് ചുറ്റുപാടുകളെയും ലോകത്തെയും കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യത്തിന്റെ ഒരു ചിത്രമാണ്. എന്നാൽ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് നരേറ്റീവ്, വെറുതെ കാര്യങ്ങൾ പറയുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് ഡീപ്പായിട്ട് കാവ്യാത്മകമായിട്ട് ലോകത്തെയും ചുറ്റുപാടുകളെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് അദ്ദേഹം പോയട്രിയിൽ ഇഷ്ടപ്പെടുന്നത്. വാട്ട് ഈസ് ദാറ്റ് ഹീനി ആട്രിബ്യൂട്ട്സ് ടു പോയട്രീസ് ക്രെഡിറ്റ്? ഇനി പോയട്രിയുടെ ക്രെഡിറ്റ് ആയിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? ഹീനി ആട്രിബ്യൂട്ട്സ് പോയട്രീസ് ക്രെഡിറ്റ് ടു ഇറ്റ്സ് എബിലിറ്റി ടു റിമൈൻഡ് us of our true human nature, touching our sympathetic core and offering a sense of rightness despite the wrongness in the world. അപ്പോൾ നമ്മൾ പറയാണ്ട് ഈ യുദ്ധവും അതുപോലെയുള്ള സാഹചര്യങ്ങളും ഒക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അക്രമങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്ത് മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്നുള്ളത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹം പോയട്രിയുടെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വൈ ഡസ് ഹീനി ഡിസ്ക്രൈബ് വാർ ടൈം ആൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് ആസ് പ്രീ റിഫ്ലക്റ്റീവ് ടൈം? അദ്ദേഹം ആ യുദ്ധ കാലഘട്ടവും അതുപോലെ തന്നെ കുട്ടിക്കാലവും പ്രീ റിഫ്ലക്റ്റീവ് ടൈം, അതായത് ചിന്താശേഷി ഇല്ലാത്ത കാലഘട്ടം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ്. ഹീനി ഫെൽറ്റ് എ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഹൈബർനേഷൻ ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു ഹൈബർനേറ്റ് ചെയ്യുന്നതുപോലെ, അതായത് ഈ മഞ്ഞുകാലത്തൊക്കെ നമുക്കറിയാം ഈ വന്യമൃഗങ്ങളൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഹൈബർനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആണ് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഇദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടുകാരും അതുപോലെ ഈ അയൽക്കാരും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറമെ ഇതുപോലെ വലിയൊരു ലോകമഹായുദ്ധം നടക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അതിൽ നിന്നും തീർത്തും അകലെയായിട്ട് ഉള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഹി വാസ് പൊളിറ്റിക്കലി അൺഅവെയർ ആൻഡ് അബ്സോർബ്ഡ് ഹിസ് സറൗണ്ടിങ്സ് വിത്തൗട്ട് ഡീപ്പ് റിഫ്ലക്ഷൻ. കൂടാതെ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ടുള്ള അവയർനെസ്സിനുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ റേഡിയോ വാർത്തയിൽ ഇദ്ദേഹം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നില്ല. ഹി എക്സ്പീരിയൻസ്ഡ് എ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ഡിസ്പൈറ്റ് ദി ഓൺ ഗോയിങ് വാർ. കൂടാതെ നമുക്കറിയാം, ഈ രണ്ടാം ലോക മഹായുദ്ധം പോലെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുമ്പോൾ ഭയമാണ് ആളുകൾ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ഒരു ചിന്താശേഷി അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ഡസ് ഹീനി ഡിസ്കസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ദ വർക്ക്സ് ഓഫ് ഡിഫറെന്റ് പോയിറ്റ്സ്? ഇനി ഇദ്ദേഹം വായിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ മറ്റ് കവികളുടെ കവിതകളെ അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത്? ഹി അഡ്മയർഡ് പോയിറ്റ്സ് ലൈക്ക് ജോൺ കീറ്റ്സ്, ജെറാർഡ് മാൻലി ഹോപ്കിൻസ് ആൻഡ് റോബർട്ട് ഫ്രോസ്റ്റ് ഫോർ ദർ കണക്ഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് റിയൽ സെൻസേഷൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ചുറ്റുപാടുള്ള ലോകം യാഥാർത്ഥ്യം ഒക്കെ അവതരിപ്പിക്കുന്ന കവികളെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളത്. ആ രീതിയിൽ കീറ്റ്സിൻ്റെയും ഹോപ്കിൻസിൻ്റെയും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ചോസറിൻ്റെയും ഫോർ ഹിസ് ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. യഥാർത്ഥ ജീവിതം, യഥാർത്ഥ ലോകമൊക്കെ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് ഈ കവികളെയൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. He was influenced by Northern Ireland's realism, making him resistant to poets like Wallace Stevens and Rainer Maria Rilke. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു നാട്ടിലെ അവസ്ഥയെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ യുദ്ധം, കലാപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ യഥാർത്ഥ ജീവിതം അവതരിപ്പിക്കുന്ന ഒരു കവികളോടും കലയോടുമാണ് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നത്. ആ രീതിയിൽ വോളസ് സ്റ്റീവൻസ്, അതുപോലെ റൈനർ മരിയ റിൽക്കെ തുടങ്ങിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പോയറ്റ്സിനെ അദ്ദേഹം ആ സമയത്ത് സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. കാരണം അവർ ഇതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഹി ലേറ്റർ അക്നോളജ് ദ വാല്യൂ ഓഫ് പോയറ്റ്സ് ലൈക്ക് എമിലി ഡിക്കിൻസൺ ആൻഡ് ടി.എസ്. എലിയറ്റ്. പിന്നീട് എലിയറ്റിനെ പോലെ ഡിക്കിൻസിനെ പോലെയുള്ള കവികളുടെ ഒരു മഹത്വത്തെ കുറിച്ചിട്ട് അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി. അവരെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു.
What is one of the most harrowing moments in the history of the troubles in Northern Ireland that Heaney describes? നമ്മൾ നേരത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ നമ്മുടെ സമ്മറിയിലും ഉള്ള ഒരു പാരഗ്രാഫ് തന്നെയാണ്. നോർത്തേൺ അയർലൻഡിലെ ഏത് സംഭവത്തെ കുറിച്ചിട്ടാണ് അവിടുത്തെ ഭീകരാവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. He describes a 1976 incident where armed men stopped a bus of workers. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആയുധാരികളായിട്ടുള്ള ആളുകൾ ഈ തൊഴിലാളികൾ സഞ്ചരിക്കുന്ന ഒരു ബസ് തടഞ്ഞു നിർത്തുകയും a Catholic man was pressured to reveal his identity but was supported by a Protestant companion. അവർ വന്നിട്ട് കത്തോലിക്ക ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്നാണ് ഈ തോക്ക് പിടിച്ചുകൊണ്ട് പറയുന്നത്. ആ കൂട്ടത്തിൽ കത്തോലിക്ക ആയിട്ടുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനെ പോണോ വേണ്ടേ എന്നുള്ള ജീവൻ മരണമായിട്ടുള്ള തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും പ്രൊട്ടസ്റ്റന്റുകാരാണ്. അപ്പോൾ ഇയാൾ മാത്രമാണ് കത്തോലിക്ക ഉള്ളത്. അപ്പോൾ കത്തോലിക്കനെ വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ആള് പോണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അയാൾ തന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പറയാൻ താല്പര്യമില്ലാതെ മുന്നോട്ട് പോകാനുണ്ടായത്. The gunmen, who were actually members of the provisional IRA, did not harm the Catholic man, highlighting the complexity and unpredictability of sectarian tensions. അപ്പോൾ അവര് എന്താണ് കത്തോലിക്കക്ക് അനുകൂലമായിട്ടുള്ള വിഭാഗക്കാരാണ് ആയുധാരികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കത്തോലിക്കനെ വിളിച്ചത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അയാളെ വധിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ ചുറ്റും കാണുന്ന കാര്യങ്ങൾ ആളുകൾ തങ്ങളുടെ ശത്രുക്കളാണോ തങ്ങളെ രക്ഷിക്കാൻ വരുന്നവരാണോ എന്ന് പോലും അറിയാത്ത ഒരു അനിശ്ചിതാവസ്ഥ നിറഞ്ഞിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് അവിടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ ഒരു സംഭവം കൊണ്ട് അവിടെ പറയുന്നത്. How can Homer's image still bring us to our senses? ഹോമറിന്റെ ഒഡീസി എന്ന് പറയുന്ന എപ്പിക്കല് ആ ട്രോജൻ യുദ്ധത്തിന് ശേഷം ഒഡീസിയസ് എന്ന് പറയുന്ന രാജാവ് കരയുന്ന ഒരു ഇമേജിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അതിന്റെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. Homer's epic simile of Odysseus' grief, compared to a wife mourning her fallen husband, retains its emotional power. അപ്പോൾ യുദ്ധത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വിധവയായ സ്ത്രീ കരയുന്നതിന് തുല്യമായിട്ടാണ് ആ രാജാവിന്റെ കണ്ണുനീരിനെ അവിടെ ഹോമർ ഉപമിച്ചിട്ടുള്ളത്. ആ ഒരു ഇമോഷണൽ പവർ 3000 വർഷങ്ങൾക്ക് അപ്പുറം ഇപ്പോഴും പ്രസക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. The vivid depiction of the wife's sorrow and the brutality of war resonates with modern audiences. അപ്പോൾ ആ ഒരു വിധവയുടെ ദുഃഖവും അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ക്രൂരതയും പറയുന്ന തീമുകളൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴും ലോകത്ത് അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. The image serves as a reminder of the enduring and intolerable nature of human conflict. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള തർക്കവും യുദ്ധവും ഒക്കെ ഈ രീതിയിലുള്ള ദുരിതങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ആണ് നയിക്കുക എന്നുള്ളത് ആണ് ഹോമറിന്റെ ആ ഒരു എപ്പിക്കിൽ നമ്മൾ കാണുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോഴും മനുഷ്യർ അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കമന്റ് ഓൺ സീമസ് ഹീനീസ് റിലേഷൻഷിപ്പ് വിത്ത് ലാംഗ്വേജ് ആൻഡ് പോയട്രി. ഇദ്ദേഹത്തിന് ലാംഗ്വേജും പോയട്രിയുമായിട്ട് റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. Heaney valued poetry that offered a concrete and direct representation of the world, influenced by poets like Keats, Hopkins and Frost. നമ്മൾ പലതവണ പാരഗ്രാഫിലും ഷോർട്ട് ക്വസ്റ്റ്യനിലും അതുപോലെ സമ്മറിയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിന് ഡയറക്റ്റ് റെപ്രസെന്റേഷൻ, ചുറ്റുപാടുകളുടെ അതുപോലെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിന്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വരുന്ന കവിതകളാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. ആ രീതിയിൽ കീറ്റ്സിന്റെയും ഹോപ്കിൻസിന്റെയും ഫ്രോസ്റ്റിന്റെയും കവിതകളൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നെന്ന് പറഞ്ഞിരുന്നു. He sought a distinctive and genuine note in poetry, emphasizing the importance of cadence, tone, rhyme and stanza. ഇനി യാഥാർത്ഥ്യത്തിന്റെ അവതരണം മാത്രമല്ല, വെറുതെ കഥ പറഞ്ഞു പോകുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കവിതയാവില്ല. അതിനകത്ത് കേഡൻസ്, അതായത് ഒരു താളം, അതുപോലെ തന്നെ വൃത്തം തുടങ്ങിയിട്ടുള്ള സ്റ്റാൻസ് ആയിട്ടുള്ള സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള, അതായത് മ്യൂസിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സ് അതിനകത്ത് വേണം. അങ്ങനെയാണ് നല്ല കവിത എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. He believed poetry had the power to touch our sympathetic nature and provide a sense of rightness despite the world's wrongness. കൂടാതെ നമ്മൾ പറയുകയുണ്ടായി, ഈ ലോകം ഈ യുദ്ധവും അതുപോലെ അക്രമങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പോയട്രിയിലൂടെ മനുഷ്യർക്ക് ഇതുപോലെ മാനവികതയും മനുഷ്യത്വവും എല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു.
He saw poetry as a way to re-engage with the musical aspects of language, continuously searching for poetic truth. അപ്പോൾ പൊതുവിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിലെ മ്യൂസിക്കൽ എലിമെന്റ്സും മറ്റൊന്ന് ട്രൂത്ത്, സത്യം അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യവുമാണ് അദ്ദേഹം പോയട്രി കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഹീനി ഡെവലപ്ഡ് ഹിസ് പ്രാക്ടീസ് ഓഫ് പോയട്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പോയട്രി ഡെവലപ്പ് ചെയ്തു വരുന്ന കാലഘട്ടത്തിൽ. ഹീനി ഗ്രീവ് അപ്പ് ഇൻ നോർത്തേൺ അയർലൻഡ് ഡ്യൂറിംഗ് എ ടൈം ഓഫ് പൊളിറ്റിക്കൽ വയലൻസ് ആൻഡ് സെക്ടേറിയൻ കൺഫ്ലിക്റ്റ് നോൺ ആസ് ദ ട്രബിൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി അദ്ദേഹം അയർലൻഡിലാണ് ജനിച്ചു വളരുന്നത്. അയർലൻഡിൽ ആ സമയത്ത് രാഷ്ട്രീയവും അതുപോലെ മതപരവുമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് കലാപങ്ങളും യുദ്ധവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. The realism and vigilance of Northern Ireland shaped his poetic attitude, making him resistant to more abstract or opulent styles. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയും അതുപോലെ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ആയിട്ട് കടന്നുപോയിട്ടുള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് ആ കാലഘട്ടത്തിലുള്ള സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ലോകത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ ചിത്രങ്ങളായിരിക്കും, യാഥാർത്ഥ്യമുള്ള ചിത്രങ്ങളായിരിക്കും കൂടുതൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നോർത്തേൺ അയർലൻഡിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതായത് ഇങ്ങനെ ലോകത്തിന്റെ ഒരു അവതരണം, യാഥാർത്ഥ്യത്തിന്റെ അവതരണം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. അല്ലാതെ റൊമാൻറ്റിക് ആയിട്ട് വരുന്ന, പേഴ്സണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. He grappled with balancing personal artistic expression and societal demands in a region marked by historical tensions. അപ്പൊ ഇദ്ദേഹം കവിത വായിച്ചു കഴിഞ്ഞ് പിന്നീട് സ്വയം കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിലും ഈ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പ്രഷനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ആവശ്യവും തമ്മിലൊരു ബാലൻസിങ് വേണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. His poetry often reflected the complex and harrowing experiences of living amidst ongoing political violence and public expectations. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ജീവിതവും കാലഘട്ടവും ഇവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിലും ഈ യുദ്ധവും കലാപങ്ങളും അതുപോലെ തന്നെ സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിന്റെ ചിത്രവും അങ്ങനെയുള്ള ഒരു ലോകത്തിലും മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും അന്വേഷണവുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം കവിതയെയും പോയട്രിയും ഒക്കെ കാണുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പോയട്രിയോടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.